ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് MTF വഴി പുതിയ സ്റ്റോക്കുകൾ പർച്ചേസ് ചെയ്യാമെന്നുള്ളതാണ് നോക്കുന്നത്. മാർജിൻ ട്രേഡിംഗ് ഫണ്ടിംഗ് എന്ന് പറയും. MTF എന്ന് പറയുന്നത് മാർജിൻ ട്രേഡിംഗ് ഫണ്ടിംഗ്. അപ്പോൾ വെഞ്ചുറിയുടെ ആപ്ലിക്കേഷൻ വഴി നമുക്ക് എങ്ങനെ MTF യൂസ് ചെയ്യാം, അതിൻ്റെ പ്രൊസീജിയർ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് MTF എന്ന് പറയുന്നത് ബ്രോക്കർ തരുന്ന എക്സ്ട്രാ ഫണ്ടിംഗ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിൽ ഫണ്ട് ഉണ്ടാവണം, ലിക്വിഡ് ക്യാഷ് ഉണ്ടാവണം. അതല്ലെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ പ്ലെഡ്ജ് ചെയ്താലും നമുക്ക് എക്സ്ട്രാ മാർജിൻ അവിടെ കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് MTF സ്റ്റോക്കുകൾ വാങ്ങിക്കാം. അപ്പോൾ വെഞ്ചുറിയിൽ ഒരു സ്റ്റോക്ക് MTF അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് 2-3 വഴികളുണ്ട്. നമ്മളതാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഒന്നെന്ന് പറയുന്നത് NSEയിൽ വാങ്ങിയിരിക്കണം. BSE എക്സ്ചേഞ്ചിൽ വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടില്ല. ഇപ്പോൾ ഞാനിവിടെ GSFC ആഡ് ചെയ്തിട്ടുണ്ട്. GSFC എന്ന് പറയുന്ന സ്റ്റോക്ക് NSE സ്ക്രിപ്പാണ് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്ക് അപ്രൂവ്ഡ് ആണോ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് നമ്മൾ ഒരു 2-3 സെക്കൻഡ് നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് പിടിക്കുക. ക്ലിക്ക് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് കാണിക്കും. ഇതിൽ നമുക്ക് മാർജിൻ ഡീറ്റെയിൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഏറ്റവും താഴെയായിട്ട് MTF അലൗഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അത് യെസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് MTF അപ്രൂവ്ഡ് സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് നമുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം 90 ഡേയ്സ് വരെ ഫണ്ടിങ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളത് അപ്രൂവ്ഡ് സ്റ്റോക്കാണോ എന്ന് കണ്ടു. ഇപ്പോൾ ഡാബർ ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഡാബറിൻ്റെ മാർജിൻ എടുക്കുമ്പോൾ ഡാബറും MTF അപ്രൂവ്ഡ് സ്റ്റോക്കാണ്. ഞാനിപ്പോൾ വേറൊരു സ്റ്റോക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നുണ്ട്. യെസ് ബാങ്ക്. യെസ് ബാങ്ക് അപ്രൂവ്ഡ് സ്റ്റോക്കാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഏതെങ്കിലും സ്റ്റോക്ക് അപ്രൂവ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ബൈ ക്ലിക്ക് ചെയ്യുന്നു, ബൈ എടുക്കുന്നു. നമുക്ക് എത്രയാണോ ഹോൾഡിങ്സ് നമ്മൾ MTFയിലേക്ക് പ്ലെഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത്രയും സ്റ്റോക്കുകൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നു, ബൈ കൊടുത്ത് ട്രേഡ് ചെയ്യുന്നു. ട്രേഡ് ചെയ്തതിന് ശേഷം വൈകുന്നേരം 6 മണിക്കും 10 മണിക്കും ഇടയ്ക്കായിട്ട് നമ്മളുടെ പ്ലെഡ്ജ് വിൻഡോ എടുക്കുക. ലെഫ്റ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്ലെഡ്ജ് എന്നുള്ള ഓപ്ഷൻ കിട്ടും. ഈ പ്ലെഡ്ജ് വിൻഡോ ക്ലിക്ക് ചെയ്യുക. പ്ലെഡ്ജ് വിൻഡോ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി DPയിലുള്ള സ്റ്റോക്സ് അവിടെ കാണിക്കും. ഷെയർസ് VB, അതിനുശേഷം ഇവിടെ ഷെയർസ് റിസീവബിൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ഫണ്ടിങ്ങും ഉണ്ട്, മാർജിനും ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്ന് വാങ്ങിയ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ ഈ ഫണ്ടിങ് എന്നുള്ള ഓപ്ഷനിൽ താഴെ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പ്ലെഡ്ജ് ചെയ്യാം. നോർമലി പ്ലെഡ്ജ് ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ ഞാനിപ്പോൾ ഇതിലിപ്പോൾ IDFC ഫസ്റ്റ് എന്ന് പറയുന്നത് പ്ലെഡ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ 2 ക്വാണ്ടിറ്റി കൊടുക്കുന്നു. പ്ലെഡ്ജ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പ്ലെഡ്ജിൻ്റെ വിൻഡോയിലേക്ക് പോകും. ഓപ്ഷൻസ് ബാക്കിയെല്ലാം കണ്ടതിന് ശേഷം നമുക്ക് NSDയുടെ പേജിലേക്ക് വരും. അവിടെ നമുക്ക് ആ സ്റ്റോക്കിൻ്റെ ഓപ്ഷൻസ് ടിക്ക് ചെയ്യുക. അതിനുശേഷം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ടിക്ക് ചെയ്യുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലെഡ്ജിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ